തീർച്ചയായും നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ആ പ്രതീക്ഷ തന്നെയാണ് MLA-യും രക്ഷാദൗത്യത്തിലുള്ള അടക്കമുള്ള ആളുകളും ഒക്കെ പങ്കുവെക്കുന്നത്. അതായത് അല്പസമയത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ലോറിയിലേക്ക് എത്തപ്പെടാൻ സാധിക്കും, അതിലേക്ക് ആ ലോറി കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ രക്ഷാസംഘത്തിലുള്ള ആളുകൾ, ദൗത്യ സംഘത്തിലുള്ള ആളുകൾ, സ്ഥലത്ത് നിന്ന് നേരിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കാർവാർ MLA ഒക്കെ പറയുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ജിൽസി കുറെ കൂടി വ്യക്തമാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഷിജിത്ത്, നമുക്ക് രണ്ടാമത്തെ JCB, അതായത് 2 JCB-കൾ ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ഒരു ക്ലോസ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ആ മഞ്ഞ JCB-ക്ക് തൊട്ടപ്പുറത്തുള്ള ജിൽസി ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം പ്രേക്ഷകർക്ക്. അതായത് അവിടെയാണ്, അതായത് ഈ 2 JCB-കൾ, ഈ മഞ്ഞ JCB-യും അതിനപ്പുറത്തുള്ള ഹുണ്ടായി കമ്പനിയുടെ മറ്റൊരു JCB-യും, ആ 2 JCB-കൾ തെരച്ചിൽ നടത്തുന്ന സ്ഥലത്താവാം ഈ ലോറി ഉണ്ടാവുക എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഈ ദൗത്യ സംഘവും MLA-യും അടക്കമുള്ള ആളുകൾ പങ്കുവെക്കുന്നത്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പുഴയിലേക്ക് ലോറി ഒഴുകിപ്പോയിട്ടില്ല എന്ന് ദൗത്യ സംഘം ഉറപ്പിച്ചിട്ടുണ്ട്. നാവികസേന ഇന്നലെ നടത്തിയ തെരച്ചിലിലും ഏതാണ്ട് അക്കാര്യം സ്ഥിരീകരിക്കുകയുണ്ടായി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 2 സിഗ്നലുകൾ ലഭിച്ച സ്ഥലം അതാണ്. ഒന്ന്, അവസാനമായി ലോറിയിൽ നിന്ന് GPRS സിഗ്നൽ ലഭിച്ചത് ആ സ്ഥലത്ത് നിന്നാണ്. മറ്റൊന്ന്, ഇന്നലെ 2 തവണ റഡാർ സിഗ്നൽ സൂറത്കൽ NIT-യിൽ നിന്നുള്ള സംഘം ഇന്നലെ ഇവിടെ വന്ന് പരിശോധന നടത്തിയിരുന്നു. അവർക്ക് ലഭിച്ച 2 സിഗ്നലുകളും ആ സ്ഥലത്ത് നിന്നാണ്. അതുകൊണ്ട് ആ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന, അവിടെ മാത്രം ലൊക്കേറ്റ് ചെയ്തുള്ള കൃത്യമായ ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റ് JCB-കൾ ഇപ്പോൾ ചെയ്യുന്നത്, അതായത് അവിടുത്തെ മണ്ണെടുക്കുമ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അത് തടയുന്ന തരത്തിലുള്ള മണ്ണ് നീക്കമാണ് മറ്റ് JCB-കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ജിൽസി മുമ്പ് പറഞ്ഞതുപോലെ രക്ഷാദൗത്യത്തെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച്, അവരുടെ രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ച് അവരുടെ ജീവൻ, പോലീസിന്റെ ജീവൻ, അതൊക്കെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് ഈ തീർച്ചയായിട്ടും സുനിൽ, എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. NDRF-ന്റെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. MLA സ്ഥലത്തുണ്ട്. കളക്ടർ രാവിലെ നിർദ്ദേശിച്ചതനുസരിച്ചാണ് അവിടെ രാവിലെ വീണ്ടും രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങിയത്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ആ ലോറി നിൽക്കുന്ന സ്ഥലം സ്പോട്ട് ചെയ്യാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ രക്ഷാപ്രവർത്തകർക്കിടയിലുമുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. എന്തായാലും വളരെ ശുഭകരമായ ചില വാർത്തകൾ കൂടി കേൾക്കാൻ വരും മണിക്കൂറുകൾ എന്ന് കൂടെ പ്രതീക്ഷിക്കുകയാണ്.